എക്സസൈസ് 4.1. അതിൽ തേർഡ് പ്രോബ്ലം, സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ സോൾവ് ചെയ്യുക. ഈ പി എന്നുള്ള വാല്യൂ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5p + 2 = 17. അതിൽ പി എന്നുള്ള വാല്യൂവിനെ പി എന്നുള്ള വേരിയബിളിന് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. പിക്ക് നമ്മൾ അസ്യൂം ചെയ്യുന്നു p = 2. p = 2 ആണെങ്കിൽ ഈക്വേഷൻ LHSഉം RHSഉം അത് ഈക്വൽ ആവുമോ എന്ന് നോക്കുന്നു. ഇവിടെ LHS അത് 5p + 2. പിക്ക് 2 കൊടുത്താൽ 5 × 2 + 2, അതായത് 10 + 2 = 12 ആണ് നമുക്ക് കിട്ടിയത്. LHS 12, RHS 17 ആണ് കിടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ RHS, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത്. ഇവിടെ നമ്മൾ p = 2 കൊടുത്തപ്പോൾ കിട്ടിയതാണ് LHS. അപ്പോൾ LHS ആൻഡ് RHS നോട്ട് ഈക്വൽ. ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് അത് സൊല്യൂഷനാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തത് നമ്മൾ പിക്ക് ഇഫ് p = 3, വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് 5 × 3, p എന്നുള്ള സ്ഥാനത്ത് നമ്മൾ 3 കൊടുത്തു + 2. Therefore 5 × 3 = 15. 15 + 2 = 17. We got 17. Here LHS is 17. LHS = RHS. LHSഉം RHSഉം ഈക്വലായിട്ട് കിട്ടി. കാരണം നമ്മുടെ RHS ഇവിടെ കിടക്കുന്ന 17 ആണ്. ഇപ്പോൾ ഇവിടെ LHS ആണ്. നമ്മൾ ഈ 5p + 2 എന്നുള്ളിടത്ത് p = 3 കൊടുത്തു. അങ്ങനെ നമുക്ക് 17 കിട്ടി. ഒന്നുകൂടി നോക്കുക. 5p + 2 = 17 ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. അതിൻ്റെ RHS റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന 17. 17ലേക്ക് നമുക്ക് LHS കിടക്കുന്ന 5p + 2ൽ ഓരോ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം p = 2 കൊടുത്തു. അപ്പോൾ LHS നമുക്ക് കിട്ടിയത് 12 ആയിരുന്നു. അപ്പോൾ LHSഉം RHSഉം ഈക്വൽ ആയില്ല. കാരണം നമ്മുടെ RHSൽ 17 ആണ്, LHS ഇപ്പോൾ കിട്ടിയത് 12 ആണ്. അപ്പോൾ അതുകൊണ്ട് p = 2 എന്നുള്ളത് നമ്മുടെ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ല. അപ്പോൾ നമ്മൾ അടുത്ത വാല്യൂ നോക്കി p = 3 എന്നുള്ള വാല്യൂ നോക്കി. എന്നിട്ട് നമ്മൾ LHSൽ, അതായത് നമ്മുടെ 5p + 2 എന്നുള്ള ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 17 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ നമ്മുടെ RHSന് അത് ഈക്വലായി. RHS നമ്മുടെ 17 ആണ്. അപ്പോൾ അങ്ങനെ LHSഉം RHSഉം ഈക്വലായി. അപ്പോൾ നമുക്ക് എഴുതാം. സോ p = 3 is the solution to the equation 5p + 2 = 17. അപ്പോൾ p = 3 സൊല്യൂഷനാണ്. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് 3m - 14 = 4 എന്നാണ്. 4 ആണ് ഇവിടുത്തെ RHS. റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന 4 നമുക്ക് കിട്ടണം.
എമ്മിന് ഓരോ വാല്യൂസ് ഈ LHS ആയ ഈ LHS ആണ് ഇവിടെ കിടക്കുന്നത്. LHSലെ എമ്മിന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. LHSും RHSും ഈക്വൽ ആവുന്നുണ്ടോ. നമ്മൾ ഫസ്റ്റ് ഇഫ് എം ഈക്വൽ ടു നമുക്കൊരു 2ൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ഇൻറ്റു എമ്മിന് -2 minus 14 that is equal to 6 minus 14. 6 minus 14 നമുക്ക് കിട്ടുന്നത് -8 ആണ്. ഇവിടെ 6 minus 14 അഡീഷൻ റൂൾ അനുസരിച്ച് ഡിഫറെൻറ്റ് സൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ 8 ആണ് ഇവിടെ രണ്ടുകൂടി മൈനസ് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ -8 വരും. അപ്പോൾ പക്ഷേ നമുക്കിവിടെ RHS 4 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ LHS നോട്ട് ഈക്വൽ ടു ഇവിടെ കിട്ടിയത് നമുക്ക് -8 ആണ് LHS കിട്ടിയത്. LHS നോട്ട് ഈക്വൽ ടു RHS നമുക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എമ്മിന് വേറൊരു വാല്യൂ ഇട്ട് കൊടുക്കണം. ഇഫ് എം ഈക്വൽ ടു 3 നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് നമ്മൾ കുറച്ച് വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ശരിയാവും. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അതിനിപ്പോൾ എം ഈക്വൽ ടു 3 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3m minus 14 3 into 3 minus 14 നമുക്ക് 4 കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നത്. 3 into 3 9 minus 14 you got 9 minus 14 മൈനസ് ഇവിടെ 5 കിട്ടുന്നു. പക്ഷെ നമുക്കവിടെ വലുത് മൈനസ് ആയതുകൊണ്ട് -5. അവിടെയും LHS RHS നോട്ട് ഈക്വൽ. LHS ഈസ് നോട്ട് ഈക്വൽ ടു RHS. അതുകൊണ്ടത് സൊല്യൂഷനായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വാല്യൂ അസ്യൂം ചെയ്യുക. ട്രയൽ ആൻഡ് എറർ മെത്തേഡാണിത്. ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുത്തത് എം ഈക്വൽ ടു ഇഫ് എം ഈക്വൽ ടു ഏത് വാല്യൂ കൊടുക്കണം നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കുക. എം ഈക്വൽ ടു ഒരു 6 കൊടുത്താലോ. 6 കൊടുത്താൽ ഇത് വരും 3 into 6 minus 14 എത്ര വരും 18. 6 into 3 18. 18 minus 14 4 കിട്ടി. അപ്പോൾ നമ്മുടെ LHS RHSും ഈക്വലായി. ഇവിടെ RHS 4 ആയിരുന്നു. ഇപ്പോൾ ഇവിടെ LHSും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ LHS ഈക്വൽ ടു RHS. സോ therefore M ഈക്വൽ ടു ഇവിടെ ഏത് വാല്യൂ ആയിരുന്നു 6 ഈസ് ദ സൊല്യൂഷൻ. അതാണ് നമ്മുടെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടിയത്. എം ഈക്വൽ ടു 6 ഈസ് ദ സൊല്യൂഷൻ. അതാണ് നമ്മുടെ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഇത് 3m minus 14 ഈക്വൽ ടു 4. അത് നമുക്കിപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് m ഈക്വൽ ടു 2. m ഈക്വൽ ടു 2ൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് m ഈക്വൽ ടു 3ൽ സ്റ്റാർട്ട് ചെയ്യാം.
അങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ നമ്മൾ 2-3 വാല്യൂസ് നമ്മൾ ട്രൈ ചെയ്യുന്നു. നമുക്ക് കറക്റ്റ് LHSഉം RHSഉം കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഏത് വാല്യൂവിലാണ് നമുക്ക് LHSഉം RHSഉം ഈക്വൽ ആവുന്നത് അതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇപ്പോൾ m=6 അത് LHSഉം RHSഉം ഈക്വൽ ആയത്, അല്ലെങ്കിൽ നമുക്ക് ആ വാല്യൂ കിട്ടിയത്, 4 വാല്യൂ കിട്ടിയത്. അപ്പോൾ ആ വാല്യൂ ആണ് അതിൻ്റെ ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. സോ ഹിയർ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ m=6 ഈസ് ദ സൊല്യൂഷൻ. ഓക്കെ.